الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. ആദരണീയനായ അധ്യക്ഷൻ അവിനാഷ് മൂസ സാഹിബ്, ഇവിടെ ഈ വേദിയിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന പി റുക്സാന സാഹിബ, സമാപനം നിർവഹിക്കുന്ന പി എ മുഹമ്മദ് ഇബ്രാഹിം സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തണലാണ് കുടുംബം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലുടനീളം ജമാഅത്തെ ഇസ്ലാമി ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെ വിഷയമല്ല. ഇത് മുസ്ലിം ഉമ്മത്തിൻ്റെയും മുഴുവൻ സമൂഹത്തിൻ്റെയും അവർ വളരെ ജാഗ്രതയോടുകൂടി മനസ്സിലാക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ക്യാമ്പയിനിലൂടെ സമൂഹത്തിലെ ഉണർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. കുടുംബം എന്ന് പറയുന്ന മൂല്യം, സ്ഥാപനം, ആ സംവിധാനം അൽ ഇദാറ റബ്ബാനിയ, ഒരു ദൈവിക സ്ഥാപനമാണ്. ഭൂമിയിലേക്ക് മനുഷ്യൻ വന്നപ്പോൾ കുടുംബസമേതമാണ് വന്നത്, ഒറ്റക്കല്ല വന്നത്. കുടുംബസമേതമാണ് സ്വർഗത്തിലേക്ക് തിരിച്ചു പോവേണ്ടത്. ഇപ്പൊ കുടുംബത്തിന് വലിയ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. കുടുംബം എന്ന് പറയുന്നത് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഖലീഫമാരായിട്ടാണ്, അല്ലാഹുവിൻ്റെ പ്രതിനിധികളായിട്ടാണ്. ആ പ്രാതിനിധ്യം ശരിയായി മനുഷ്യന് നിർവഹിക്കണമെങ്കിൽ കുടുംബം ആവശ്യമാണ്. അതുകൊണ്ടാണ് കുടുംബ സംവിധാനം പടച്ചോൻ തന്നെ പരിചയപ്പെടുത്തിയത്. നമ്മളാരും കണ്ടുപിടിച്ചൊരു സംവിധാനമല്ല. അത് സമാവിയായ, ഇലാഹിയായ ഒരു സംവിധാനമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിൻ്റെ തന്നെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒരു സവിശേഷത എന്താണ്? അത് ഇലാഹിയായ ദീനാണ്, ഇലാഹിയായ ആദർശമാണ്. അത് ഈ ലോകത്തെ, പ്രപഞ്ചത്തിലെ മനുഷ്യന്റെ മാത്രം ആദർശമല്ല, മുഴുവൻ ജീവജാലങ്ങളുടെയും ആദർശമാണ്. അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും. അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് ആവശ്യമായ റിസ്ക് നൽകി എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാടുകൾ നൽകി എന്നതാണ്. ആവാസ വ്യവസ്ഥ അതിൽ പ്രധാനമാണ്. ഭക്ഷണം നൽകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾ സൃഷ്ടിച്ചിട്ട് എങ്ങനെങ്കിലും ജീവിച്ചോ എന്നല്ല പറഞ്ഞ്, ജീവിക്കേണ്ട രീതിയും അതിനനുസരിച്ചുള്ള ആവാസ സംവിധാനവും മനുഷ്യന് നൽകി എന്ന് സൃഷ്ടാവ് എടുത്തു പറയുകയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന് നൽകിയ തികച്ചും ഇലാഹിയായ ഒരു സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. പിന്നെ റബ്ബിൻ്റെ നിയമങ്ങളുടെ ഒരു പ്രത്യേകത, അത് 360 പെർസ്പെക്റ്റീവിലാണ്, 360 ഡിഗ്രി ഉൾക്കാഴ്ചയിലുള്ള നിയമമാണ് ജഗന്യന്താവിൻ്റെ നിയമം. മനുഷ്യനതിൽ ഏതെങ്കിലും ഒരു ഭാഗമേ കാണുള്ളൂ. എന്നിട്ട് ആ ഭാഗത്ത് അവൻ ക്രിട്ടിസൈസ് ചെയ്യും, വിലയിരുത്തും. പക്ഷെ അവൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. കാരണം നമ്മുടെ ജീവിതമൊക്കെ പാക്കപ്പ് ചെയ്ത, ഷൂട്ട് കഴിഞ്ഞു പോയ ജീവിതമാണ്. നമ്മളിതിങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുക. പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞു പോയതാണ്. അപ്പം ആ ജീവിതത്തിൻ്റെ സമ്പൂർണതയും സമഗ്രതയും ആ നിയമത്തിലുണ്ടാവും. ആ നിയമം എന്ന് പറയുന്നത് സമ്പൂർണവും സമഗ്രവുമാണ്. അതാണ് ഇലാഹിയായ ദർശനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ കുടുംബത്തിന് ആയത്ത് എന്ന് പറഞ്ഞത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഈ ആയത്ത് എന്ന് പറയുമ്പോൾ കുറേ ആയത്തുകൾ പറഞ്ഞിട്ടാണ് ഈ ആയത്തിനെ പറയുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖക്കും മിൻ തുറാബിൻ സുമ്മ ഇദാ അൻതും ബശറുൻ തന്തശിറൂൻ വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫു അൽസിനതികും വൽവാനികും വമിൻ ആയാതിഹി യുരീകുമുൽ ബർക ഖൗഫൻ വതമഅൻ വയുനസ്സിലു മിനസ് സമാഇ മാഅൻ ഫയുഹ്യി ബിഹിൽ അർള ബഅദ മൗതിഹാ. ഇങ്ങനെ മഴയെക്കുറിച്ചും രാവിനെക്കുറിച്ചും പകലിനെക്കുറിച്ചും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ പരിചയപ്പെടുത്തുന്നിടത്താണ് റബ്ബ് വമിൻ ആയാതിഹി എന്ന് പറഞ്ഞിട്ട് കുടുംബത്തെയും പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? സൂര്യനും ചന്ദ്രനും രാവും പകലും മഴയും നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ മനുഷ്യ നാഗരികതയ്ക്ക് അത്ര ആവശ്യമുണ്ട് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അതിനെ ഉൾപ്പെടുത്തുകയാണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ആയത്തിന് അള്ളാഹു ആയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുഅ്ജിസത്തുകൾക്ക് ആയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾക്ക് അള്ളാഹു ആയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അള്ളാഹു ആയത്ത് എന്ന് പറഞ്ഞൊരു സംവിധാനം കുടുംബമാണ്. അപ്പം ആ കുടുംബത്തിന് അത്ര റെലവൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ പ്രാർത്ഥിച്ചോ എന്നല്ല പറഞ്ഞത്. കുടുംബത്തിന്റെ കാര്യത്തിൽ പ്രാർത്ഥന തന്നെ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. പക്ഷെ എന്ത് ചെല്ലണം എന്നല്ല പഠിപ്പിച്ചു തന്നിട്ടില്ല. പക്ഷേ കുടുംബത്തിന് നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് മാത്രമല്ല, പ്രാർത്ഥന തന്നെ പഠിപ്പിക്കുകയാണ്. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒരു മനുഷ്യൻ കൈ ഉയർത്തിയാൽ കൈ താഴ്ത്തുന്നതിന് മുമ്പ് അവൻ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. അനിഷ്കുർലി വലിവാലിദയ്യ. സ്വന്തം ഉപ്പാനി ഉമ്മാനി ഓർക്കാത്ത പ്രാർത്ഥന നന്ദികേടുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ എന്നല്ല, പ്രാർത്ഥന തന്നെ പഠിപ്പിച്ചു തരികയാണ്. ഇണക്കും തുണക്കും മക്കൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു തരികയാണ്. പ്രാർത്ഥന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ പ്രാർത്ഥന അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൂന്നാളുകളുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കില്ല. മൂന്നാളുകൾക്ക് വേണ്ടി വേറെ ഒരാൾ പ്രാർത്ഥിച്ചാലും അല്ലാഹു കേൾക്കില്ല. അതിലൊന്നാമത്തെ വിഭാഗം നമസ്കാരം ഒഴിവാക്കുന്ന ആളാണ്. രണ്ടാമത്തത് ഹറാമ് സമ്പാദിക്കുകയും ഹറാമ് ഭക്ഷിക്കുകയും ചെയ്ത ആളാണ്. മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഅന്നാ യുസ്തജാബു ലഹു. കഴിക്കുന്ന വസ്ത്രവും കഴിക്കുന്ന ഭക്ഷണവും ധരിക്കുന്ന വസ്ത്രവും ഹറാമാണ്. പിന്നെ എങ്ങനെയാണ് അയാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുക? ഒരു നയാ പൈസ ഹറാമ് നമ്മുടെ ഷെൽഫിലുണ്ടെങ്കിൽ, നമ്മുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡിൽ കലർന്നു പോയാൽ അയാളുടെ പ്രാർത്ഥന ആകാശത്തേക്ക് ഉയർത്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന് കുടുംബബന്ധം വിച്ഛേദിച്ചവനാണ്. അവൻ അറഫയിൽ പോയി പ്രാർത്ഥിച്ചാലും അല്ലാഹു വിളിച്ചു പറയും, ലാ ലബ്ബൈക വലാ സഅദൈ. നീ ഇവിടെ ഹജ്ജിന് വന്നിട്ടില്ല, നിന്റെ ലബ്ബൈക്ക് ഇവിടെ ആവശ്യമില്ല എന്ന് ആകാശത്ത് നിന്ന് അല്ലാഹു വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുകയാണ്. അപ്പൊ അറഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പടച്ചോൻ ചോദിക്കുന്നത് എന്താണോ അത് കീശയിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഭൂമിയാണ് അറഫ എന്ന് പറഞ്ഞാൽ. അത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഒരാൾ ആട്ടിവിടണമെങ്കിൽ അയാൾ ചെയ്ത തെറ്റിന്റെ ഗൗരവം വലുതായിരിക്കണം. അപ്പൊ റസൂൽ അതിന് പഠിപ്പിച്ചത് അത് കുടുംബബന്ധം വിച്ഛേദിച്ചവനാണ്. അപ്പൊ ഇത്ര പ്രാധാന്യം കുടുംബത്തിനും ബന്ധങ്ങൾക്കും എന്തുകൊണ്ട് നൽകി? അപ്പൊ ആളുകൾ ചോദിക്കാൻ, എന്തിനാണ് കുടുംബം, എന്തിനാണ് കുടുംബം എന്ന് ചോദിക്കാൻ. കുടുംബം എന്ന് പറയുന്നത് ദുർബലന്റെ അഭയകേന്ദ്രമാണ്. കുടുംബം എന്ന് പറയുന്നത് മനുഷ്യനൊരു വികാരമുള്ള ജീവിയാണ്, ഇമോഷനുള്ള ജീവിയാണ്. അപ്പൊ ദുർബലനായ മനുഷ്യൻ, നമുക്കറിയാം, ഒരു മനുഷ്യൻ ഭ്രാന്തായി നടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഈ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് അയാൾ ഒരു ഭ്രാന്തൻ മാത്രമാണ്. അതൊരാളുടെ ഉപ്പയാണ്, ഒരാളുടെ ഉമ്മയാണ്, ഒരാളുടെ അമ്മാവനാണ്, ഒരാളുടെ പിതൃവ്യനാണ്, ഒരാളുടെ വല്ലിപ്പയാണ്. ഈ പരിഗണന ആ മനുഷ്യന് കിട്ടുന്ന ഭൂലോകത്ത് ഒരൊറ്റ സംവിധാനമേ ഉള്ളൂ. അതിനാണ് നമ്മൾ കുടുംബം എന്ന് പറയാം. അതുകൊണ്ടാണ് വമിൻ ആയാതിഹി എന്ന് അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത്. രണ്ടാമത്തെ, ദുർബലനായ ആളുകൾ കുടുംബം ഇല്ലാതെയായാൽ കൂടുതൽ ദുർബലപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും. ഇപ്പം മീ ടു ക്യാമ്പയിൻ
ഇന്ത്യയിലും കേരളത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഈ അനുരണനം ഇമ്പാക്റ്റ് ഉണ്ടായി. കാരണം എന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ആരാണ്, ഏത് ജെൻഡറാണ് അല്ലെങ്കിൽ ഏത് സെക്സാണ് അതിന് വിധേയമായത് എന്നെടുത്ത് പരിശോധിച്ചാൽ അതിലൊരു പുരുഷനുമില്ല, സ്ത്രീയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സ്ത്രീയുടെ ബോഡിക്കും സ്ത്രീയുടെ ഡിസൈറുകൾക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അവർക്ക് വിമോചനം പ്രഖ്യാപിച്ച ഒരാശയവുമാണ് ഈ ലിബറലിസം പോലെയുള്ള ആശയങ്ങൾ. പക്ഷെ യഥാർത്ഥത്തിൽ സ്ത്രീയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത്. ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അമേരിക്കയെ കുറിച്ച് പറയുന്നത് അച്ഛന്മാരില്ലാത്ത, ഫാദർ ഇല്ലാത്ത അമേരിക്ക എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ലിവിങ് ടുഗദറായി ജീവിച്ചു, ഒരുമിച്ച് ഒന്നിച്ചും ജീവിച്ചു. ഒടുവിൽ പുരുഷൻ അവന്റെ ബാധ്യതയോ അല്ലെങ്കിൽ കർത്തവ്യമോ പൂർത്തീകരിക്കാതെ ആ ലിവിങ് ടുഗദർ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് കുട്ടികൾ അതിലുണ്ടായി. ആ കുട്ടികളെ പോറ്റേണ്ട ബാധ്യത ആർക്കായി? മാതാവിന് മാത്രമായി. അപ്പൊ സിംഗിൾ പാരന്റിങ് 70% അമേരിക്കയിൽ സ്ത്രീകളാണ് നിർവഹിക്കുന്നത്. എന്തുകൊണ്ടത് 50-50 ആയില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ വീണ്ടും ദുർബലപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ദുർബലപ്പെടുകയും ദുർബലൻ അഭയമില്ലാതെയാവുകയും ചെയ്യുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട, വയനാട് പോലെയുള്ള ഉരുൾപൊട്ടൽ നടന്ന മേപ്പാടിയിലെ സ്ഥലങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെ 8 ആളുകൾ നഷ്ടപ്പെട്ട ആളുകൾ, 7 ആളുകൾ നഷ്ടപ്പെട്ട ആളുകൾ, ഒരു കുടുംബത്തിൽ ആരും അവശേഷിക്കാതെ പോയ ആളുകൾ. അങ്ങനെ ഒരാൾ മാത്രം, 2 ആൾ മാത്രം അവശേഷിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക കുടുംബത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നത്. അവർ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി തരും, അവർക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് ദുർബലനായ ഒരു മനുഷ്യനെ, ദുർബലപ്പെട്ടു പോയ ഒരാളെ ചേർത്ത് പിടിക്കാൻ ഭൂമിയിൽ കണ്ട ഒരു സംവിധാനമാണ്. ലോക്ക്ഡൗൺ രണ്ടാമതും ഇന്ത്യ പ്രഖ്യാപിച്ചപ്പോൾ ഏകദേശം 10,000-ഓളം ആളുകൾ ചെറുതും വലുതുമായത് ലോകത്ത് ആത്മഹത്യ ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഹോം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതും തിരിച്ചു പോകാൻ വീടുകളില്ലാത്ത മനുഷ്യർ ആത്മഹത്യയിൽ അഭയം തേടുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ ദുർബലനായ മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ഒരു സംവിധാനം ഉണ്ടായാൽ കുടുംബം എന്ന് പറയുന്ന അതിന്റെ ന്യായം എന്ന് പറയുന്നത് അത് ദുർബലന്റെ അഭയകേന്ദ്രമാണ്. രണ്ടാമത്തെ, മനുഷ്യൻ ഇമോഷണൽ ആയ ഒരു ജീവിയാണ്, വികാരമുള്ള ജീവിയാണ്. അപ്പൊ ഇങ്ങനെ റോബോട്ടുകൾ ലോകത്ത് ആധിപത്യം വാഴുന്ന ലോകത്തേക്കാണ് നമ്മൾ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇൻഫോർമേഷന്റെ ഒരു എക്സ്പ്ലോറിംഗ് ലോകത്ത് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ AI കാലത്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് നമ്മൾ പറയും. കാരണം മനുഷ്യന്റെ എല്ലാം നിർവഹിക്കാൻ യന്ത്രങ്ങൾ മാത്രം മതിയായ ഒരു കാലത്ത് നമ്മൾ ജീവിക്കാം. സ്വന്തം ഭാര്യയ്ക്ക് പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാം, ഭർത്താവിന്റെ പോക്കറ്റിൽ ബാഗിലിട്ട് കൊണ്ടു നടക്കാം. കാരണം തന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ യഥാർത്ഥത്തിൽ യന്ത്രങ്ങൾ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് യന്ത്രങ്ങളുടെ ലോകത്ത് മനുഷ്യന്റെ പ്രസക്തി വിലയിരുന്നത് മനുഷ്യൻ ഇമോഷൻ ഉണ്ട് എന്നാണ്. യന്ത്രങ്ങൾക്ക് ഇമോഷൻ ഇല്ല, റോബോട്ടിന് വികാരങ്ങളില്ല. പക്ഷേ അതേസമയം മനുഷ്യന് വികാരങ്ങളുണ്ട്. ആ വികാരങ്ങളുള്ള മനുഷ്യൻ ഡിപ്പെൻഡബിൾ ആവുക, അവൻ അവലംബം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ആ അവലംബമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ വികാരമുള്ള മനുഷ്യന് ചേർത്ത് പിടിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് ലോകത്തെ വലിയ വലിയ രാജ്യങ്ങൾ കുടുംബത്തെ തിരിച്ചറിയാൻ, അമേരിക്കയിൽ ഫ്രൈഡേ ഉണ്ട്. ഫ്രൈഡേ പറഞ്ഞാൽ കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കാൻ ദിവസം നീക്കി വെക്കുക എന്നതാണ്. വെള്ളിയാഴ്ചയല്ല, കുടുംബത്തിന്റെ കൂടെ ജീവിക്കാനുള്ള ദിവസമാണ്. ജപ്പാനിൽ ഡ്രൈ ഡേ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഈ ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് ഏറ്റവും കുറവ് പരിഗണന കൊടുത്ത ലോകത്തൊരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. പക്ഷേ ജപ്പാനിൽ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മുഴുവൻ ത്യജിച്ച് ഒരാൾ സമ്പൂർണ്ണമായി കുടുംബത്തിന്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. അന്ന് അയാൾ മൊബൈൽ ഉപയോഗിക്കില്ല, ലാപ്പ് ഉപയോഗിക്കില്ല, അയാളുടെ ഡിജിറ്റൽ ഹാബിറ്റ്സ് അയാൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കുടുംബത്തിന്റെ കൂടെ ജീവിക്കലാണ്. അങ്ങനെ കുടുംബത്തിന് ഏറ്റവും ലെസ് കൺസേൺ കൊടുത്ത ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. പക്ഷേ ജപ്പാനും തിരിച്ചു വരികയാണ്. ജർമ്മനി 2-ൽ-അധികം കുട്ടികൾ ഉണ്ടായാൽ, അതുപോലെ 2 കുട്ടികൾ ഉണ്ടായാൽ ജർമ്മനി ആ കുടുംബത്തിന് സ്റ്റേറ്റ് ഭരണകൂടം ഒരു ഫ്ലാറ്റ് നൽകുകയാണ്. അങ്ങനെ കുടുംബമായി ജീവിക്കാൻ തയ്യാറായ ആളുകൾക്ക് ഭരണകൂടം ഫ്ലാറ്റ് ഓഫർ ചെയ്യുകയാണ്.
കുടുംബത്തിനൊരു പരിഗണനയും നൽകാത്തൊരു രാജ്യമായിരുന്നു ജർമ്മനി എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പൊ ജർമ്മനിയും ജപ്പാനും പടിഞ്ഞാറൻ രാജ്യങ്ങളുമെല്ലാം കുടുംബത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളാണ് ചോദിക്കുന്നത്, കുടുംബത്തിന്റെ ആവശ്യകത എന്താണ്, കുടുംബം അനിവാര്യമാണോ എന്ന ചോദ്യം ഇന്ത്യ രാജ്യത്ത് ചോദിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ള ജനത എന്ന് പറയുന്നത്. കാരണം കേരളത്തിന് അതൊരു പ്രത്യേകത ഉണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ വിദ്യാഭ്യാസം, കേരളത്തിന്റെ സർക്കാരുകളുടെ പോളിസി, കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ കരിക്കുലം നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ജെൻഡർ ന്യൂട്രാലിറ്റി, ലിംഗ, അതുപോലെ ജെൻഡർ ജസ്റ്റിസ് തുടങ്ങിയ പദാവലികൾ വലിയ പ്രശ്നങ്ങളായപ്പോൾ പദാവലികൾ പിൻവലിച്ചു, പക്ഷെ ആശയങ്ങൾ പിൻവലിച്ചില്ല. ആ ആശയങ്ങൾ അവിടെ നിലനിർത്തുകയാണ്. അതുകൊണ്ട് രണ്ടാമത് എന്താണെന്ന്, കുടുംബശ്രീകൾ, അതുപോലെ കുടുംബശ്രീകളിലെ അവിടെ വ്യാപൃതരായ സ്ത്രീകൾക്ക് നൽകുന്ന ക്ലാസിന്റെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈ ജെൻഡർ ഇക്വാലിറ്റിയും ജെൻഡർ ന്യൂട്രാലിറ്റിയും തുടങ്ങിയ വിദ്യാഭ്യാസമാണ്. ജെൻഡർ സ്പെക്ട്രത്തെ കുറിച്ച് LGBT പോലെയുള്ള പ്രശ്നങ്ങളെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോളേജുകൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആ ക്യാമ്പസുകളുടെ ഒരു അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം രൂപപ്പെടുത്തുന്നത് ഇത്തരം ആശയങ്ങളും ചിന്താഗതികളുമാണ്. അതുകൊണ്ടാണല്ലോ കൊറിയൻ വെബ് സീരീസ് അഭിനയിക്കുന്ന ഒരു നടന്റെ ബർത്ത്ഡേ കൊറിയ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ക്യാമ്പസുകളാണ് ആചരിച്ചത്. ആ നടന്റെ പ്രത്യേകത വെബ് സീരീസിലൂടെ യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്ന ആശയം എന്ന് പറയുന്നത് ജെൻഡർ സ്പെക്ട്രമാണ്. LGBTQ പോലെയുള്ള പൊളിറ്റിക്സ് ആണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തെ അറിയുന്ന കുട്ടികൾ, ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് ഈ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ സംസ്ഥാനത്തിന് പ്രത്യേകമായ ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെയും പൊതുവ്യവഹാരങ്ങളിലൂടെയും അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിച്ചു വന്ന ഒരു കുട്ടിയോട് പിന്നെ നമ്മൾ ലഹരിയെ കുറിച്ച് ക്ലാസ് എടുത്തിട്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ടാണ്? വിമുക്തിക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന സർക്കാർ. ലഹരി കുടിക്കുന്ന കണക്ക് മാത്രമല്ലേ നമുക്കറിയൂ. പക്ഷേ ലഹരി വിമുക്തിക്കും വേണ്ടിയും സർക്കാർ ഫണ്ട് വകയിരുത്തുന്നുണ്ട്. പക്ഷേ അത് ഫലവത്താവുന്നില്ല. എല്ലാ സംഘടനകളും, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളെല്ലാം ഒരു കൊല്ലത്തിൽ 2 തവണയെങ്കിലും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നവരാണ്. പക്ഷേ ലഹരി പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയാണ്. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, ഭാവനകൾക്ക് അതീതമായ ലഹരി സംവിധാനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഉപയോഗിക്കുന്ന കുട്ടിയോട് അധ്യാപകന് പറയാൻ പറ്റില്ല, മോനെ അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ കുട്ടി തിരിച്ചു ചോദിക്കാൻ, മാഷ നിങ്ങളല്ലേ പഠിപ്പിച്ചത് മൈ ബോഡി മൈ ചോയ്സ് എന്ന് പാഠത്തിൽ പഠിപ്പിച്ച സിലബസുകളിൽ അത് പകർന്നു കൊടുത്ത ഒരു അധ്യാപകൻ ഒരിക്കലും ഈ കുട്ടിയുടെ ചോയ്സിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ആശയം അസ്തമിക്കാതെ ഒരിക്കലും ലഹരി നിർമ്മാർജ്ജനം ഈ രാജ്യത്ത് സാധ്യമാവില്ല. അതുകൊണ്ട് ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ ആദ്യമായി ശബ്ദിക്കേണ്ടത് ഈ ചിന്താഗതിക്കും ഈ ആശയത്തിനുമെതിരാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രമാണ് സമ്പൂർണ്ണ ലഹരി നിർമ്മാർജ്ജനം യഥാർത്ഥം നടക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മുടെ സമൂഹത്തെ, കുടുംബത്തെ മാത്രമല്ല കുടുംബം സാധ്യമാക്കുന്ന ഒരു അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന ചിന്താഗതികളും ആശയങ്ങളുമാണ് ഇവിടെയുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് ഇസ്ലാം കുടുംബത്തിന് നൽകിയ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ അദ്ദേഹം പറയുന്നതാണ്, ഇന്ത്യയിലെ ആളുകൾ മാത്സില്, കണക്കിലും വിദ്യാഭ്യാസത്തിലും ചെറുപ്പക്കാർ മുന്നോട്ട് പോകുന്നു കാരണം അവർ കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നുവെന്നാണ്. അപ്പൊ കുടുംബത്തിന് പ്രാധാന്യം നൽകൽ വിദ്യാഭ്യാസ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അമേരിക്കയിൽ പ്രതിരോധത്തിന് അവർ ചെലവഴിക്കുന്ന ഫണ്ട് കഴിഞ്ഞാൽ പിന്നെ മെന്റൽ ഹെൽത്തിനാണ് കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നത്. കാരണം കുടുംബം തകർന്നാൽ അതിന്റെ ബൈ ഡീഫോൾട്ടാണ് എന്ന് പറഞ്ഞ മെന്റലായി മനുഷ്യൻ തകരുക എന്ന് പറയുന്നത്, അവർ ഡിപ്രഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ പാശ്ചാത്യൻ വലിച്ചെറിഞ്ഞ പുരോഗമനത്തിന്റെ സംസ്കാരം നമ്മൾ അണിഞ്ഞുകൊണ്ട് അതിൽ കുളിരു കോരിയിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അതിന്റെ ഇമ്പാക്ട് മനസ്സിലാവാൻ നമുക്ക് വർഷങ്ങളെടുക്കും. അതുകൊണ്ടാണ് കുടുംബം വേണ്ട എന്നവർ പറയുന്നത്. ഇപ്പൊ 30 ആളൊരു ഓൺലൈൻ ചാനൽ സർവേ നടത്തുകയാണ്. ആ സർവേ നടത്തുമ്പോൾ 30 വയസ്സിന്റെ താഴെ, 25 വയസ്സിന്റെയും 30 വയസ്സിന്റെയും ഇടയിൽ വിവാഹം ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടികൾ ആരും അതിനെ ഉത്തരം നൽകുന്നില്ല. 30 വയസ്സാകുമ്പോൾ അതിനെ 30 വയസ്സ് ആകുന്ന സമയത്ത് അംഗീകരിക്കുന്ന ആളുകൾ കുടുംബത്താരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒടുവിൽ ഇയാൾ ചോദിക്കാൻ, ജോലി കിട്ടിയിട്ട് വിവാഹം അംഗീകരിക്കുന്ന ആളുകൾ ആരാണ്? അപ്പോഴാ 30 ആളുകളുടെ കൂട്ടത്തിൽ 3 ആളുകൾ മാത്രമാണ് എസ് എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ വിവാഹ ജീവിതത്തോടും കുടുംബ ജീവിതത്തോടുമല്ല
യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഒരു വിമുഖത പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിന്റെ ഇമ്പാക്റ്റുകൾ എവിടെയാണ്? മനുഷ്യ സമൂഹത്തിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ജപ്പാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൃദ്ധന്മാരുടെ ജനസംഖ്യ കൂടിയപ്പോഴാണ് ജപ്പാൻ തിരിച്ചാലോചിച്ചത്. ജർമ്മനി എന്തുകൊണ്ടാണ് കുട്ടികളും കുടുംബമുള്ളവർക്ക് ഫ്ലാറ്റ് ഓഫർ ചെയ്തത്? വൃദ്ധന്മാർ കൂടിയത് കൊണ്ടാണ്. അപ്പൊ നിരച്ചവരും വൃദ്ധന്മാരുമായ ആളുകൾ ഒരു ജനസംഖ്യയുടെ 50% കവിയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഭീഷണി അഭിമുഖീകരിക്കുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അതുകൊണ്ട് ചൈന കുട്ടികളുണ്ടാവും ഓഫർ കൊടുക്കാൻ നേരത്തെ നിയന്ത്രണം ഉണ്ടാക്കിയ ചൈന അങ്ങനെയാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹം വൈകിപ്പിക്കുന്നതിലൂടെ, കുടുംബജീവിതത്തിലൂടെ വിമുഖത ഉണ്ടാവുന്നതിലൂടെ സമൂഹം തകരുകയാണ്. ആ തകർക്കുന്നതിന്റെ ചോദ്യങ്ങളിൽ കുടുംബ ഘടനക്കെന്തെങ്കിലും തകരാറുണ്ടാവാം, അത് നമ്മൾ പരിഹരിക്കേണ്ടതാണ്. അത് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. അതേസമയം ഇതിന്റെ ഒരാവശ്യം, ഇതിന്റെ ഈ ഡിമാൻഡുകൾ, ഈ ക്ലൈമുകൾ, ഈ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ ആശയങ്ങളാണ്. ഈ ആശയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ റൈറ്റ്സ് എന്ന ആശയങ്ങൾ എന്ന് പറയുന്നത്. എൻ്റെ ബോഡി, അതാണ് ലോകത്ത് പോസ്റ്റ് മോഡേണിസം ലോകത്തുണ്ടാക്കിയ ഏറ്റവും വലിയ തകരാർ എന്താണ്? മനുഷ്യനൊരു ബോഡിയാക്കി നിലനിർത്തിയെന്നാണ്. ആ ബോഡിക്ക് അനവധി ഡിസൈറുകൾ, അനവധി താല്പര്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട് എന്ന് വരച്ചു കാണിക്കുകയാണ്. അപ്പൊ മനുഷ്യ ശരീരത്തിന്റെ ഡിസൈറുകൾ, കാമനകൾ, അവന്റെ ചോദനകൾ, അവന്റെ ചാപല്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മാർക്കറ്റ് തയ്യാറാവണം, കുടുംബം തയ്യാറാവണം, സമൂഹം അതിനുവേണ്ടി തയ്യാറാവണം. ഭരണകൂടം അതിന് തടസ്സം നിൽക്കാൻ പാടില്ല. എല്ലാവരും അവനവന്റെ സ്വാതന്ത്ര്യത്തിന് അഴിച്ചുവിടണം. ഭരണകൂടമോ കുടുംബമോ മതങ്ങളോ പ്രവാചകന്മാരോ അതുപോലെ തന്നെ മത ഉപദേശങ്ങളോ അതിന് തടസ്സം നിൽക്കരുത് എന്നാണ്. ഇങ്ങനെ ആഴം കുറഞ്ഞ മനുഷ്യന്റെ മാത്രം താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സിദ്ധാന്തമാണ് ലിബറലിസം എന്ന് പറയുന്നത്. അതിന് ആഴം കുറവാണ്. അതിനാണ് നമ്മൾ റീൽ എന്ന് പറയാ. റിയൽ എന്ന് പറയുമ്പോൾ ആഴം കൂടിയത് എന്നാണ്. യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല, ആഴം അതിനുണ്ട്. റീലിന് ആഴം കുറവും റിയൽ ലൈഫിന് ആഴം കൂടുമെന്ന് ചോദിച്ചാൽ ഇത് ബോഡിയെ മാത്രം എക്സ്പോസ് ചെയ്യുന്ന ഒരു ആദർശമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തെ, അതുകൊണ്ടാണ് ബ്യൂട്ടി കെയറുകൾ വർദ്ധിക്കുന്നത്. കാരണം 800 കോടി രൂപയുടെ ബ്യൂട്ടി കെയർ ആണ് 2023 ഇന്ത്യ മാത്രം വിറ്റ് ചെലവഴിച്ചത്. അത് 1200 എന്ന് പറഞ്ഞാൽ 50% വർധനമുണ്ടാക്കണമെന്നാണ് 2024 ടാർഗറ്റ്. അപ്പൊ ബ്യൂട്ടി കെയറിൽ എങ്ങനെ ആളുകൾ എത്തുന്നെന്ന് ചോദിച്ചാൽ സ്വന്തം ബോഡിയുടെ ഡിസൈറുകളെ മാത്രം തീരുമാനിച്ച് ജീവിക്കുന്നിടത്ത് അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഇച്ഛയെ പടച്ചവനാക്കി നടക്കുന്ന ആളെ നീ കണ്ടില്ലേ? കാരണം അവന്റെ ഡിസൈർ അവൻ ചിന്തിക്കുന്നു, അവൻ തീരുമാനിക്കുന്നു, അവൻ്റെതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യമില്ല. കൊറോണ വൈറസ് വന്നപ്പോൾ നമ്മളത് കണ്ടതാണ്. കൊറോണ വൈറസിനെ പേടിച്ചിട്ട് 70 ദിവസം വാതിലടച്ച് നിന്നവനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ. ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യത്തിന്റെ പ്രസിഡന്റ്. സോപ്പിട്ട് കഴുകിയാൽ ഇല്ലാതെയായി പോകുന്ന ഒരു വൈറസിനെ ലോകം എങ്ങനെയാണ് പേടിച്ചത്? അത്ര വലിയ പേടിയും ഭയവും അമ്പരപ്പും അതിനെങ്ങനെ നേരിടണമെന്ന ആവലാതിയും ലോകം മുഴുവൻ, അത് പരിഷ്കരിച്ചവരും പരിഷ്കരിക്കാത്തവരും എല്ലാവരും അതിലുണ്ട്. കാരണം സ്വന്തം ശരീരത്തിന്റെ അധികാരം അവനായിരുന്നെങ്കിൽ കൊറോണ വൈറസ് ഉണ്ടാകുമായിരുന്നില്ല. സ്വന്തം ശരീരത്തിന്റെ അധികാരം ഓരോരുത്തർക്കായിരുന്നെങ്കിൽ ഹോസ്പിറ്റലുകളുടെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. ശ്മശാനങ്ങൾ എന്തായാലും ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ സ്വന്തം ശരീരത്തിന്റെ ആവശ്യം, അധികാരം എന്ന് പറയുന്നത് നമുക്കല്ല. എൻ്റെ ശരീരത്തിന്റെ ഒരു അവയവം, ഒരു ഓക്സിജൻ ഒരാൾ വലിച്ച് താഴേക്കിടുന്ന സന്ദർഭത്തിൽ അത് ലങ്സിലൂടെ ഇറങ്ങിപ്പോയി ബ്ലഡിൽ ഒന്നായിട്ട് സന്നിവേശിപ്പിക്കില്ല. അത് ബ്ലഡിൽ പതിയെയാണ് അടിച്ചു കയറുക. അങ്ങനെ ഓക്സിജൻ ഒന്നായിട്ട് ഒരൊറ്റ അടിക്ക് ബ്ലഡിലേക്ക്, രക്തത്തിലേക്ക് അത് പോയി കഴിഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കും. പതിയെ സ്പോഞ്ച് കണക്കെ നമ്മൾ വലിച്ചെടുത്ത ഓക്സിജൻ നമ്മളെ ബ്ലഡിലേക്ക് കയറ്റി അയക്കുന്നതാണ്. അത് നമുക്കൊരു റോളില്ല. ആ മടങ്ങി നിൽക്കുന്ന ഞരമ്പുകളെല്ലാം നിവർന്നിട്ടാണ് ഈ ഓക്സിജനെ ബ്ലഡിലേക്ക് കൊടുക്കുന്നത്. അത് നിവർത്തി നോക്കിയാൽ ഒരൊറ്റ ലങ്സിന് ഒരു ടെന്നീസ് കോർട്ടിന്റെ വലിപ്പമുണ്ട് എന്നാണ് സയൻസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദാലികുമുല്ലാഹു റബ്ബുക്കും അലാ ലഹുൽ ഖൽഖു വൽ അംർ. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനല്ലാതെ, പ്രൊഡ്യൂസർക്കല്ലാതെ പ്രൊഡക്റ്റിന്റെ മേൽ ഒരു അധികാരവും ഇല്ല എന്ന് നിങ്ങൾ സമ്മതിക്കലാണ് ഈ ആശയങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ആദ്യത്തെ വഴി എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് കുറുക്കു വഴികളില്ല. സൃഷ്ടിച്ച സൃഷ്ട എന്റെ മൂക്കാണ്, പക്ഷെ നാളെ എനിക്ക് മൂക്ക് കൊണ്ട് കാണാൻ പറ്റില്ല. കാരണം എന്റേതാണെന്ന് കരുതി അതിൽ എനിക്കൊരു അധികാരവുമില്ല. അപ്പൊ മനുഷ്യന്റെ ബോഡിയിൽ, മനുഷ്യന്റെ അനാട്ടമിയിൽ, മനുഷ്യന്റെ ഡിസൈറുകളിൽ
അവന് യാതൊരു ചിന്താ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ഒരു അധികാരവും ദൈവം നൽകിയിട്ടില്ല എന്ന് ദിനം ദിനേന നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ആ തിരിച്ചറിവിനെ അപ്രസക്തമാക്കിക്കൊണ്ട് മനോഹരമായ മുദ്രാവാക്യങ്ങളിലൂടെ നമ്മുടെ ജീവിത വിപത്തെയും മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ മനോഹരമായ സൗന്ദര്യമുള്ള ഒരു കുടുംബ സങ്കല്പത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കുടുംബത്തോട് ആളുകൾക്ക് ഒന്ന് വിമുഖത ഉണ്ട്, രണ്ടാമത്തെ എന്താണ്, ഭയമുണ്ട്. കുടുംബജീവിതം നയിക്കാൻ ഭയം ഉണ്ടാവുകയാണ്, ഭയം പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഷാർജ ബുക്ക് ഫെയറിൽ ചെലവായ ഒരു പുസ്തകം, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളിൽ ഒന്ന് ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന പുസ്തകമാണ്. ഹാപ്പിലി മാരീഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. നിങ്ങൾ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യൂ, വിവാഹമോചനം ചെയ്യൂ എന്നാണ് പഠിപ്പിക്കുന്നത്. അത് വാങ്ങി വായിക്കുകയും ആശയം പ്രഘോഷണം ചെയ്യാൻ നമുക്ക് കഴിയുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇതിനോടുള്ള ഭയമോ വിമുഖതയോ കാരണമാണ്. അപ്പൊ ഭയമുണ്ടെങ്കിൽ എന്താണ്, ഇതിന്റെ സൗന്ദര്യം മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണ്. കുടുംബജീവിതത്തിന്റെ സൗന്ദര്യമുണ്ട്. ആ കുടുംബജീവിതത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, വീടിന് അറബി ഭാഷയിൽ പറയുന്ന പേരുകളുണ്ട്. ഒന്ന് ദാർ എന്ന് പറയും, കറങ്ങിത്തിരിഞ്ഞ് അവസാനം എത്തുന്ന കുറ്റി എന്നാണ് പറയുന്നത്. ബൈത്ത് എന്ന് പറയും, അവൻ സുഖമായി രാത്രി ഉറങ്ങാൻ പറ്റുന്ന സ്ഥലം. മൂന്നാമത്തെ മൻസിൽ എന്ന് പറയും, ദുഃഖവും ഭാരവും പ്രയാസവും ഇറക്കി വെക്കുന്ന സ്ഥലം. നാലാമത്തത് ഭാരവും പ്രയാസവും ഇറക്കി വെക്കുന്ന സ്ഥലം. നാലാമത്തത് മസ്കൻ, മസാകിൻ തുർമുഖഹ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, സമാധാനം സ്വസ്ഥതയുള്ള സ്ഥലം. ഈ 4 ഗുണങ്ങളും നിങ്ങളുടെ വീടിനുള്ളിൽ ഇല്ലെങ്കിൽ അത് കുടുംബമല്ല, അത് സിമന്റാണ്, അത് പെയിന്റാണ്, അത് ഇഷ്ടികയാണ്, അത് ചെങ്കല്ലാണ്, അത് കുടുംബം എന്നതിന് പറയില്ല. ഈ 4 വികാരങ്ങൾ ഉണ്ടാവണം. അതിനാണല്ലോ അല്ലാഹു പറയുന്നത്, തസ്കുനു ഇലൈഹ, നിനക്ക് സമാധാനം ഉണ്ടാവാൻ, സ്വസ്ഥത ഉണ്ടാവുക. അറബി ഭാഷ ഉപയോഗിച്ച എല്ലാ പദങ്ങളും ഭാര്യ ഭർത്താവ് അറബിയിലില്ല, സൗജ് സൗജത്ത് എന്നാണ്. അതുപോലെ തന്നെ സ്നേഹത്തിന് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് മവദ്ദത്ത് എന്നാണ്, മഹബ്ബത്ത് എന്നല്ല. മവദ്ദത്തൻ വറഹ്മ, മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജൈവികമായ ഒരു സ്നേഹമുണ്ട്, ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്നേഹമുണ്ട്. അടിവസ്ത്രത്തിന് അറബിയിൽ വുദ് എന്ന് പറയും. മനുഷ്യ ശരീരത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വസ്ത്രം അതായത് കൊണ്ടാണ് ഇതിൽ നിന്നാണ് മവദ്ദത്ത് ഉണ്ടായത്. അതുപോലെ തന്നെ നഖഹ എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് നമ്മൾ നിക്കാഹ് എന്ന് പറയും. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ചെടി വേറെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തലാണ്. അതുപോലെ തന്നെ മണ്ണിൽ വെള്ളം ലയിച്ചു ചേരലാണ്. ഇത് രണ്ടും നിക്കാഹിന്റെ അർത്ഥമാണ്. ഇതാണ് മവദ്ദത്തിന്റെ അടിസ്ഥാനം. ഓരോ പദങ്ങളും സിട്ടാവ് ഉപയോഗിച്ചത് വളരെ മനോഹരമായിട്ടാണ്. സൗജ് സൗജത്ത് എന്ന് പറഞ്ഞാൽ അതിൽ സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മനുഷ്യന്റെ അസ്ഥിയിൽ ഏറ്റവും ബലമുള്ള ഒരു അസ്ഥി അവന്റെ ചുമലാണ്. കാരണം അവന് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവയവമാണ് ചുമൽ എന്ന് പറയുന്നത്. സൗജിനും സൗജത്തിനും അങ്ങനെ അർത്ഥമുണ്ട്, പരസ്പരം താങ്ങാവുക. അദ്ദുന്യ മതാഉൻ വഖൈറു മതാഇഹ അൽ മർഅത്തു സ്വാലിഹ വമൽ മർഅത്തു സ്വാലിഹതു യാ റസൂലല്ലാഹ് തുഈനു സൗജഹ അലാ ദീനിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഭൂമിയിൽ അല്ലാഹു ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന ഗിഫ്റ്റ് നല്ല ഇണയാണ്, നല്ല തുണയാണ്. അതിന്റെ ലക്ഷണം എന്താണ് റസൂലേ? തുഈനു സൗജഹ അലാ ദീനിഹി, സ്വന്തം ഇണയെ, സ്വന്തം തുണയെ ദീനിന്റെ കാര്യത്തിൽ സഹായിക്കലാണ്. അതിന്റെ ഏറ്റവും വലിയ മാതൃകയാണല്ലോ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. നിങ്ങൾ ആലോചിച്ചു നോക്കുക, 1800 അടി ഉയരമുള്ള ഒരു സ്റ്റെപ്പും ഇല്ലാത്തൊരു കാലം ജബലന്നൂറിൽ 40 ദിവസം റസൂലുള്ളാഹി തപസ്സിരിക്കുകയാണ്, ധ്യാനത്തിലിരിക്കുകയാണ്. ആ മലമുകളിലേക്ക് എല്ലാ ദിവസവും 2 നേരം കയറി ഇറങ്ങി തന്റെ പ്രിയതമനെ സേവിക്കുന്ന ഖദീജയുടെ പ്രായം കേരള സർക്കാരിന്റെ റിട്ടയർഡ് പ്രായമാണ്, 56 വയസ്സാണ്. അദ്ദുന്യ മതാഉൻ വഖൈറു മതാഇഹ അൽ മർഅത്തു സ്വാലിഹ വമൽ മർഅത്തു സ്വാലിഹതു യാ റസൂലല്ലാഹ് തുഈനു സൗജഹ അലാ ദീനിഹി. ഹാജർ എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പത്നി തന്നെ റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം, ഒരു പുൽനാമ്പ് പോലും കൂട്ടിനില്ലാത്തൊരു മരുഭൂമിയിൽ സ്വന്തം പത്നിയെയും കൈകുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോകുമ്പോ അല്ല പറഞ്ഞിട്ടാണോ ഇബ്രാഹിം നിങ്ങൾ എങ്ങനെ പോകുന്നെന്ന് ചോദിക്കുമ്പോ അതെ എന്നൊരു മറുപടിയാണ്. എന്നാൽ നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളുക, ഞങ്ങളുടെ കാര്യം ആര് നോക്കും? അല്ല നോക്കും. അപ്പൊ ആ ഭർത്താവിന്റെ ദീനിയായ ആവശ്യത്തെ സപ്പോർട്ട് ചെയ്തപ്പോ അല്ല നോക്കിയതിന്റെ അടയാളമാണ് ഹജ്ജും ഉംറയും കഴിഞ്ഞാൽ 5 ലിറ്റർ ക്യാനിൽ നമ്മൾ കൊണ്ടുവരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പൊ അല്ല കൊടുത്തൊരു ഗിഫ്റ്റാണ്. അപ്പൊ ഹാജറും ഖദീജ റളിയല്ലാഹു അൻഹയും, അതുകൊണ്ടാണല്ലോ അവർ മരണപ്പെട്ടതിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞാൽ ആ സംസാരം അവസാനിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയും എന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കരയുന്നത് കൊണ്ടാണ്
നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ട്. സമ്മിലൂനി ഖദീജ എന്ന് പറഞ്ഞ് ഓടി ഓടി വരുന്ന ഒരു സമയമുണ്ട്. പേടിച്ചു പറക്കുകയാണ്, പനിക്കുന്നുണ്ട്, ചൂടുണ്ട്, എന്നെ പുതപ്പിക്കൂ എന്ന് പറയുമ്പോൾ മാറോട് ചേർത്ത് പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ വിരലോട്ടിക്കൊണ്ട്, മുടിയിൽ വിരലോട്ടിക്കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറയാൻ, അല്ല താങ്കളെ പരീക്ഷിക്കില്ല, അഗതിയുടെ അഭയമാണ്, അനാഥയുടെ അത്താണിയാണ്, താങ്കൾ അല്ല ഒരിക്കലും ഇടങ്ങേറാക്കില്ല എന്ന് പറഞ്ഞ് ദീനുൽ ഇസ്ലാമിന്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ആശ്വാസം എന്ന് പറയുന്നത്. അവിടെയാണ് പ്രവാചകൻ ഉണർന്നിരിക്കുന്നത്. അതുകൊണ്ട് അന്നു മുതൽ തന്റെ സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്ത് തന്റെ ശക്തിയും പ്രതാപവും മുഴുവൻ ഇസ്ലാമിന് വേണ്ടി മാറ്റിവെച്ച ഒരു പത്നിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്. അപ്പൊ കുടുംബജീവിതത്തിന്റെ ഒരു മനോഹാരിത ഞാൻ വിശദീകരിക്കുന്നില്ല, ഇവിടെ അടുത്ത പ്രഭാഷണത്തിൽ അത് വരും. ഇണയും തുണയുമുള്ള മനോഹാരിത ഇസ്ലാം പരിചയപ്പെടുത്തുകയാണ്. മാതാവും പിതാവുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം എന്താണ്? നമ്മളൊക്കെ വാട്സപ്പിൽ 100-150 പ്രാവശ്യം വന്നൊരു മെസ്സേജ് ഉണ്ട്. സൗദി കോടതിയിൽ ഒരു രംഗമുണ്ട്. 2 മക്കള് ഉമ്മയെ ലഭിക്കാൻ വേണ്ടി കേസ് കൊടുത്തിരിക്കുകയാണ്, ജേട്ടനും അനുജനും. അവര് പറയുന്ന വാദം എന്താണ്? ഉമ്മന്റെ കൂടെ നിൽക്കണം. അപ്പൊ അനുജനും പറയാം ഉമ്മന്റെ കൂടെ നിൽക്കണം. കോടതി തീർപ്പ് കൽപ്പിച്ചു, അനിയന്റെ കൂടെ ഉമ്മ പോകണം. ജേട്ടന് വേണമെങ്കിൽ അനിയന്റെ വീട്ടിൽ പോയി ഉമ്മയെ പരിപാലിക്കാം. അപ്പൊ ഉമ്മ കോടതി വിധി കഴിഞ്ഞ് ഉമ്മയുടെ കൈ പിടിച്ചിറങ്ങുമ്പോ അനിയന്റെ കൈ പിടിച്ചിട്ട് കൊണ്ട് ജേട്ടൻ പറയാൻ, സഹോദര നീ കൊണ്ടുപോകുന്നത് എന്റെ സ്വർഗമാണ്, പരിക്ക് പറ്റാതെ നോക്കണം എന്ന് പറഞ്ഞ് ആർത്തുകരയുന്ന സഹോദരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ഉമ്മയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, ഉമ്മയോടുള്ള വൈകാരികത എന്ന് പറയുന്നത്. വബിൽ വാലിദൈനി ഇഹ്സാന, ഉമ്മാനുപ്പാനി നോക്കണം എന്നല്ല അല്ലാഹു പറഞ്ഞത്, ഇഹ്സാൻ ചെയ്യണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ എന്റെ കഴിവിന്റെ പരമാവധി, എന്റെ ആരോഗ്യം വെച്ച്, അതുപോലെ എന്റെ സമ്പത്ത് വെച്ച് ഇതിനേക്കാൾ അധികം എന്റെ ഉപ്പയെ നോക്കാൻ കഴിയില്ല, എന്റെ ഉമ്മയെ നോക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനാണ് ഇഹ്സാൻ എന്ന് പറയാ. ഇഹ്സാൻ എന്ന് പറയാ പ്രിയപ്പെട്ടവരെ, ഈ ഇഹ്സാൻ നിങ്ങൾ മാതാപിതാക്കളോട് പുലർത്തണം. അവസാന ഘട്ടം വരുമ്പോ എല്ലാ മനുഷ്യനും ജൈവഘടനയിൽ തിരിച്ചു പോകുന്ന ഒരു കാലമുണ്ട്. 90 വയസ്സായ നിങ്ങളുടെ ഉപ്പ കിടക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഗർഭപാത്രത്തിൽ കുട്ടി കിടക്കുന്നത് പോലെയാണ്. ഗർഭപാത്രത്തിൽ കുട്ടി കിടക്കുന്നത് പോലെയാണ്. കാരണം മനുഷ്യൻ റിവേഴ്സ് ചെയ്യുന്ന ഒരു കാലമുണ്ട്. അവന്റെ ചിന്തയും ശരീരഘടനയും മനസ്സും മസ്തിഷ്കവും എല്ലാം തിരിച്ചു പോകുന്ന ഒരു കാലമുണ്ട്. അന്നേരം ഉപ്പ ചോദിച്ച കാര്യം ആവർത്തിച്ച് നിന്നോട് ചോദിക്കും, നിന്റെ മുഖത്ത് ഛേ എന്നൊരു മനോഭാവം പോലും പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. അവർ വാർദ്ധക്യത്തിലെത്തുമ്പോ പ്രത്യേക കെയർ നീ നൽകണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അതുപോലെ തന്നെ മാതാപിതാക്കളോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 60 വയസ്സ് കഴിഞ്ഞ സന്ദർഭത്തിൽ സ്വന്തം ഉമ്മയുടെ ഖബർ തെരഞ്ഞു പോകുന്ന രംഗമുണ്ട്. ആ ഖബർ തെരഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ നബിയെ കുറിച്ച് സ്വഹാബികൾ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ധനെ പോലെയായി എന്നാണ്. കണ്ണുനീരൊടിച്ച് കണ്ണ് കാണാതെ മരുഭൂമിയിൽ തടഞ്ഞു വിടുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉമ്മയുടെ ഖബറിൽ വെച്ച എല്ലാ അടയാളങ്ങളും പോയിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിൽ മരുഭൂമിയിൽ ഒരു വടി കുത്തി വെച്ചതാണ്, അത് പിന്നീട് അവിടെ കാണില്ല. പക്ഷേ സ്വന്തം ഉമ്മയുടെ ഖബർ തെരഞ്ഞ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് വേറെ ഒരു നാട്ടിലേക്ക് റസൂലുള്ള പോകുന്ന സന്ദർഭമുണ്ട്. അപ്പൊ അന്ധനെ പോലെയായി റസൂൽ എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാവ് എന്ന് പറയുന്ന ഒരു വികാരമാണ്. റസൂലുള്ള പഠിപ്പിച്ചല്ലോ, ഉമ്മുക്ക് എന്ന് 3 തവണ ആവർത്തിച്ചു, 4ാമത്തെ അബൂക്ക് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിന്നെ നീയാക്കുന്നതിൽ നീ അറിയാതെ കട്ടപ്പാട് സഹിച്ചത് മാതാവാണ്. പിതാവ് നീ അറിഞ്ഞിട്ട് കട്ടപ്പാട് സഹിച്ച ആളാണ്. വലുതാകുമ്പോ എനിക്കറിയാം, എന്നെ പോറ്റാൻ പിതാവ് കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് പറഞ്ഞ് പരിചയപ്പെടുത്തി ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മാതാവിന്റെ കട്ടപ്പാട് നിനക്ക് വിവേകമെത്തുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയതാണ്. അതുകൊണ്ട് മോനെ, മാതാവെന്ന് ആവർത്തിച്ച് റസൂലുള്ള പഠിപ്പിച്ചത് നിന്നോടൊരാൾ പറയാതെ മാതാവിന്റെ കട്ടപ്പാട് നിനക്ക് മനസ്സിലാവില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമ്മയും ഉപ്പയും കുടുംബത്തിന്റെ വിളക്കാണ്, അതുപോലെ തന്നെ ഐശ്വര്യമാണ്. സ്വന്തം പിതാവും മാതാവും ജീവിച്ചിരിക്കെ സ്വർഗം നേടാത്തവൻ ഏറ്റവും വലിയ ദൗർഭാഗ്യവാനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. അതുപോലെ മക്കള് എന്ന് പറയുന്ന ഔലാദൂന അക്ബാദൂന, മക്കള് കരളിന്റെ കഷ്ണങ്ങളാണ് എന്ന് നമ്മൾ പറയാറില്ലേ? മക്കളും കുടുംബത്തിന് എസൻഷ്യൽ പാർട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് വരുമ്പോ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ നബി പറയും ഇരിക്കടോ അവിടെ. ആരെങ്കിലും കൈ ചുംബിച്ചാൽ നബി പറയും കൈ വലിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും
നീ പേർഷ്യക്കാരനല്ല, ഞാൻ പേർഷ്യ രാജാവുമല്ല എന്ന് തന്നെ കൈ ചുംബിച്ച അനുയായിയോട് നബി തിരുമേനി പഠിപ്പിക്കാൻ. കാരണം അത്ര ബഹുമാനം ആദരവ് കൂടി തന്നെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമോ എന്ന ഭയം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ നബി ഇരിക്കുന്ന ഇടത്തേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നാൽ നബി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവരെ യഥാർത്ഥത്തിൽ ആലിംഗനം ചെയ്യുകയാണ്, നെറ്റിയിൽ ചുംബിക്കുകയാണ്. ഏത് നല്ല ഭക്ഷണം കിട്ടിയാലും അതിലൊരു ഭാഗം ഫാത്തിമക്ക് മാറ്റിവെക്കുന്ന റസൂലുള്ളാഹിനെ നമ്മൾ കാണുകയാണ്. ഏത് യാത്ര കഴിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ്. അവിടുത്തെ ചൂടിക്കട്ടിൽ നബി കിടക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഏത് തിരക്കിലാണെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് അവിടുത്തെ വയറ്റത്ത് തലവെച്ച് കിടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയതിനു ശേഷം മാത്രമേ മറ്റു തിരക്കിലേക്കും പണിയിലേക്കും പോകാറുള്ളൂ. ഫാത്തിമത്തു കബുദി, ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് പറയാൻ നബിക്ക് അർഹതയുള്ള നേതാവാണ്. കാരണം 6 മക്കളുടെ മയ്യത്ത് കുളിപ്പിച്ച പിതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 മക്കളെ മയ്യത്ത് നിസ്കരിച്ച പിതാവാണ്. 6 മക്കൾക്ക് കുഴിവെട്ടിയ പിതാവാണ്. ജീവിച്ചിരിക്കെ 6 മക്കളും കൺമുന്നിൽ നിന്ന് മാഞ്ഞുപോയ പിതാവാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകൾ ഹിജ്റ പോകുന്ന സമയം സൈനബ് ബിൻത് മുഹമ്മദ് റളിയല്ലാഹു അൻഹ ശത്രുക്കളാ ഒട്ടകത്തെ കുലുക്കുകയാണ്. ഒട്ടകക്കട്ടിലാണ് സൈനബ് ഇരിക്കുന്നത്. അവർ താഴെ വീഴുകയാണ്, നട്ടലിന് ക്ഷതമേൽക്കുകയാണ്. ഗർഭിണിയായ സൈനബിന്റെ ഗർഭം മലസിപ്പോവുകയാണ്. അങ്ങനെ ആ കിടന്ന കിടപ്പിൽ ആ കുട്ടിയെ പരിപാലിച്ച പിതാവിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തില്, നിങ്ങളുടെ കുടുംബ ജീവിതത്തില് മക്കൾ എങ്ങനെ പരിഗണിക്കണമെന്ന് ആരും പഠിപ്പിക്കാതെ, ഏത് മോട്ടിവേഷനും നൽകാതെ റസൂലുള്ളാഹിയുടെ പുസ്തകം നിങ്ങൾ എടുത്തു നോക്കുക. ഇമാം ഗസാലിയെ കുറിച്ച്, ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ കുറിച്ച് ലോകത്തെ ഏറ്റവും വലിയ ട്രെയിനിങ് വിദഗ്ധൻ ജോൺ അടയാർ പറയാൻ, ഞങ്ങളെല്ലാവരുടെയും റഫറൻസ് ഇഹ്യാ ഉലൂമുദ്ദീനാണ്. ഞങ്ങൾ പിന്നെ ലോകത്തിന് നൽകിയത് പ്രസന്റേഷൻ സ്കില്ലാണ്. എങ്ങനെ കോട്ടിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ കണ്ടന്റ്. ആരാണ്? മുഹമ്മദ് ഗസാലി, അബു ഹാമിദ് അൽ ഗസാലി റഹ്മഹുല്ലയാണ്. ഞങ്ങളുടെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങില് ഞങ്ങളുടെ മൊഡ്യൂളാരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത്ര മനോഹരമായ ഒരു വ്യക്തിത്വം. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. നിങ്ങൾക്ക് A to Z നിങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യാരംഭം മുതൽ അവസാനം വരെ പിന്തുടരപ്പെടേണ്ട ഏക വ്യക്തിത്വം, അല്ലെങ്കിൽ അതിന് തികഞ്ഞ മാതൃകയുള്ള ലോകത്തൊരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ മബദ്ധത്തുണ്ടാവാൻ 3 കാര്യങ്ങൾ ചെയ്യൂ എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കല്ല, ചെയ്യാത്തൊരു കാര്യം റസൂല് പഠിപ്പിക്കില്ല. അത് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ നുബുവത്തിന്റെയും നിസാലത്തിന്റെയും പ്രത്യേകതയാണ്. ആ പ്രത്യേകതയിൽ അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് വീടുകളിൽ ഖുർആൻ പഠിപ്പിക്കുമെന്നാണ്. അദ്ദിബുഹുമുൽ ഖുർആൻ. ഖുർആൻ നിങ്ങളുടെ മനസ്സടക്കും. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. ഭൂമിയിലുള്ളത് മുഴുവൻ നീ ചെലവഴിച്ചാലും അവരുടെ മനസ്സടക്കാൻ നിനക്ക് കഴിയില്ല. ഞാനാണ് മനസ്സടക്കിയത്. അവരുടെ ഏതെങ്കിലും ഒരൊട്ടകം വേറൊരു ഗോത്രത്തിന്റെ തടാകത്തിൽ പോയി വെള്ളം കുടിച്ചാൽ അതിന്റെ പേരിൽ 18 വർഷം യുദ്ധം ചെയ്ത ചരിത്രമുണ്ട് അറബികൾക്ക്. അയ്യാമുൽ അറബ് എന്നാണ് അതിന് പറയുക. ആ മനുഷ്യർ മരണാസന്നനായി കിടക്കുമ്പോ വെള്ളം എന്ന് പറയുമ്പോ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആ മനുഷ്യൻ ചുണ്ടോടടുപ്പിക്കുമ്പോ അപ്പുറത്ത് വേറെ ഒരാളുടെ ശബ്ദം കേൾക്കുകയാണ്. വെള്ളം എന്ന ശബ്ദം കേൾക്കുകയാണ്. ഉടൻ അദ്ദേഹം പറയാൻ, എനിക്ക് വേണ്ട, എന്റെ സഹോദരന് കൊണ്ടുപോയി കൊടുക്കൂ. ഈ മാനസിക ഐക്യത്തിലേക്ക് അവരെ മാറ്റിവെച്ചത് വിശുദ്ധ ഖുർആനാണ്. ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. അതുകൊണ്ട് വീട്ടിൽ ഐക്യമുണ്ടാകണം, ഒരുമയുണ്ടാകണം, അതുപോലെ ഭദ്രമാവണം ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യത്തെ അവസരം വിശുദ്ധ ഖുർആൻ, രണ്ടാമത്തെ അവസരം പ്രാർത്ഥനയാണ്. കല്യാണത്തിൽ നിക്കാഹിമാരെല്ലാം സുന്നത്താണ്. ബാറകല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ വജമഅ ബൈനകുമ ഫീ ഖൈരിൻ വഅഫിയ എന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങൾ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നത് പ്രാർത്ഥിക്കുമെന്നല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേറ്റാൽ എന്ത് പറയണം? വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെ ചെല്ലണം? വീട്ടിൽ നിന്ന് പോകുമെന്ന് പറയണം. യാത്ര ചെയ്യുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? ഒരു സ്ഥലത്ത് നിങ്ങൾ ഇറങ്ങിയാൽ എന്ത് പറയണം? ഇതൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്തിമാർക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കാറുണ്ട്. പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ മനസ്സടങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു.
പഠിപ്പിക്കാൻ. ലോകത്ത് രണ്ട് മനുഷ്യരുടെ മനസ്സിലാക്കാൻ. ലോകത്ത് എന്ത് നിങ്ങൾ ചെയ്താലും മനുഷ്യരുടെ റോളില് അത് റോളില് രണ്ട് കാര്യം എന്താണ്? ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് പ്രാർത്ഥനയാണ്. മൂന്നാമത്തെന്ന് പറയുന്നത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കലാണ്. ഞാനും റസൂലും ഒരുമിച്ചല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ. വീട്ടിലിരിക്കുന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത്. വീട്ടിലെ ആണുങ്ങളാണ് ഭക്ഷണം കഴിക്കുക, സ്ത്രീകൾ പിന്നീട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഇസ്ലാമിന്റെ സംസ്കാരമല്ല, സുന്നത്തല്ല. അതുകൊണ്ട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ മനസ്സിലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. പിന്നെ അഫൂ ചെയ്യാൻ പഠിപ്പിക്കാൻ. നാലാമത്തെ മൂല്യം, നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക. നിസ്കരിച്ച് വീട്ടിലേക്ക് വരിക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ കയ്യിൽ മാവ് കഴിച്ച അടയാളമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഇരുന്ന് ഉറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാവ് കഴിച്ച പാത്രം എടുത്ത് ഒന്നുകൂടി മാവ് കഴിച്ച് റെഡിയാക്കുകയാണ്. അടുപ്പ് ചൂടാക്കുകയാണ്, റൊട്ടികൾ വെക്കുകയാണ്. ആ റൊട്ടി ചുട്ട് പ്ലേറ്റിൽ വിളമ്പിയിട്ട് പറയാൻ, ആയിഷ എഴുന്നേൽക്കും, ഭക്ഷണം റെഡിയായി. ഇതാണ് അഫൂവിന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ. എന്റെ കൈ തട്ടിയിട്ട് നബിയുടെ ഭക്ഷണപാത്രം താഴെ വീണു. ഞാനാകെ ഭയന്നു പോയി, അമ്പരന്ന് പോയി. കാരണം എനിക്ക് ഭക്ഷണം വീണ്ടും എടുത്തു കൊടുക്കാൻ അവിടെ സ്റ്റോക്കില്ല. ഞാൻ വന്ന് അന്താളിപ്പിൽ നിൽക്കുമ്പോ ആ ഭക്ഷണം വീണ്ടും പുറത്തിയെടുത്ത് ചെളികളഞ്ഞ് വീണ്ടും റസൂലുള്ളാഹി പഠിപ്പിക്കുന്നതുകൊണ്ട് എന്റെ കണ്ണുന്ന് കണ്ണുനീർ ധാരാളമായി ഒഴുകി. ഹദറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അഫൂവിന്റെ മൂല്യം വഅഫ്വൻഹു വസ്തഗ്ഫിർ ലഹു വശാവിർഹും ബിൽ-അംർ. മറ്റൊന്ന് റസൂലുള്ളാഹി പറയാൻ, തർക്കം നിങ്ങൾ ഒഴിവാക്കൂ. ദാമ്പത്യ ജീവിതത്തിൽ തർക്കം ഒഴിവാക്കുന്നവന് സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനം ഞാൻ ഗ്യാരണ്ടിയാണ്. തർക്കം എവിടെയുണ്ടോ അവിടെ സ്നേഹം കുറയും. ഈ ഉമ്മത്തിന് സ്നേഹം കുറയാനുള്ള കാരണം എന്നാൽ പരസ്പരം തർക്കിച്ചാൽ. തർക്കം എവിടെയുണ്ടായാലും സ്നേഹം കുറയും, ദമ്പതിമാർക്കിടയിലും അത് കുറയും. തർക്കം ഒരാൾ സ്കിപ്പ് ചെയ്യാൻ ലോകത്തെ ഏറ്റവും വലിയ ത്യാഗമാണ്. ഏറ്റവും വലിയ ത്യാഗം ഒരാൾക്ക് 2 ലക്ഷം സംഭാവന കൊടുക്കലല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു നയാ പൈസ പ്രതിഫലം കാണിക്കാതെ നിങ്ങൾ സർവീസ് ചെയ്യലല്ല. നിങ്ങൾ സ്വന്തം അഭിപ്രായത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ്, സ്വന്തം അഭിപ്രായം ത്യജിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ത്യാഗം അതാണ്. സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനം റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ആറാമത് റസൂലുള്ളാഹി പറയുന്നത്, ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ കളവ് പറയില്ല. കളവ് എവിടെയുണ്ടോ ഫ്രണ്ട്ഷിപ്പിൽ കളവുണ്ടായാൽ സ്നേഹം കുറയും, പാർട്ണർഷിപ്പിൽ കളവുണ്ടായാൽ സ്നേഹം കുറയും, വിശ്വാസം കുറയും. ദാമ്പത്യത്തിലും സ്നേഹം കുറയുന്നത് ഒരു ഏർപ്പാടാണ് കളവ് പറയുക എന്ന് പറയുക. നിങ്ങൾ പരസ്പരം കൂടിയാലോചിക്കുക, പരസ്പരം സഹകരിക്കുക, കുടുംബഭദ്രമായ കുടുംബം നിങ്ങൾ മുന്നോട്ട് പോകുക തുടങ്ങിയ ഒരുപാട് കാഴ്ചപ്പാടുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തെ ഇത്ര സൗന്ദര്യവൽക്കരിക്കാൻ ഇത്രയധികം നിർദ്ദേശങ്ങൾ നൽകിയ വേറെ ഒരു ആചാര്യന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ എല്ലാ ആചാര്യന്മാരുടെ പിന്നാലെ പോയിക്കോ, പക്ഷേ നിങ്ങൾക്ക് അവരുടെ കുടുംബ ജീവിതത്തിൽ ഒരു മാതൃകയും കാണാൻ കഴിയില്ല. പിൻപറ്റപ്പെടേണ്ട ഒരു മാതൃകയും അവരുടെ ജീവിതത്തിലില്ല. അങ്ങനെ കുടുംബ ജീവിതത്തിന്റെ നായകനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അസറ്റാണെന്ന് റസൂൽ ആവർത്തിച്ചു പറയാൻ. അൽമാലു വൽബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. 3 കാര്യങ്ങൾ നിങ്ങൾ മരിച്ചു പോകുന്ന സമയത്ത് അവശേഷിക്കും, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഏതാണ് 3 കാര്യങ്ങൾ? ഒന്ന് സ്വതന്ത്രത്തും ജാരിയ. ഒരു മനുഷ്യൻ നിങ്ങൾ ഒരു ഭവനം ഉണ്ടാക്കി കൊടുത്താൽ, ഒരു മനുഷ്യൻ നിങ്ങൾ കുടിവെള്ളത്തിന് സജ്ജീകരണം ചെയ്തു കൊടുത്താൽ, നിങ്ങൾ മരിച്ചു പോയാലും അയാൾ താമസിച്ചാൽ, മഴയും വെയിലും കൊള്ളാതെ താമസിച്ചാൽ, ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വരുന്നത് നെടുവീർപ്പിട്ട് പ്രിയപ്പെട്ടവരെ അത് മതി നമ്മളെ കബർ പ്രകാശപൂരിതമാക്കാൻ. രണ്ടാമത്തെ ഉപകാരപ്രദമായ ജ്ഞാനം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലാണ്. അതനുസരിച്ച് അമൽ ചെയ്യലാണ്. ആ അമൽ സൽക്കർമ്മമാണെങ്കിൽ അതിന്റെ പ്രതിഫലം പറഞ്ഞു കൊടുത്തവൻ അവൻ മരിച്ചു പോയാലും അവന്റെ കബറിലേക്ക് എത്തും. മൂന്നാമത്തെ വലതും സാലിഹും യദഉലഹു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. വലതും യദഉലഹു അല്ല, വലതും സാലിഹും യദഉലഹു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ മക്കൾ എന്നാണ് പറയുന്നത്. നമ്മുടെ മയ്യത്ത് വെച്ച് നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു. അല്ലാഹുവിന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്ക്, അല്ലാഹുവിന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്ക് എന്ന് പറഞ്ഞ് മകനും മകളും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൽപ്പുകാരൻ ഒരിട്ട് കണ്ണീര് കഫംപുടവയിലൂടാൻ. പ്രിയപ്പെട്ട രക്ഷിതാവേ, ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് വലതും സാലിഹും യദഉലഹു. മക്കളെ സാലിഹീങ്ങളാക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കാണ്, കുടുംബത്തിനാണ്. അത് മഹല്ല് കമ്മിറ്റിക്ക് അത് റോളില്ല, മദ്രസയില്ല. അള്ളാഹുവില്ല. എവിടെയോ മക്കൾ നന്നായില്ലെങ്കിൽ അള്ളാഹുവിക്കുന്ന മഹല്ല് കമ്മിറ്റി പ്രസിഡന്റാണല്ല, സ്വന്തം ഉപ്പയോടാണ്, സ്വന്തം ഉമ്മയോടാണ്. അൽമാലു വൽബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. അതുകൊണ്ട് മക്കളോടുള്ള സ്നേഹം
പ്രഖ്യാപിച്ച അക്സെപ്റ്റ് ചെയ്ത പ്രവാചകനാണ്. ഫാത്തിമയോടുള്ള സ്നേഹം മറച്ചു വെച്ചിട്ടില്ല. പക്ഷേ ദീനിൽ നടക്കാത്ത കാര്യങ്ങൾ, ശരീരത്തിൽ നടക്കാത്ത മൂല്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വന്നാൽ സ്വന്തം മകളാണെങ്കിലും നിങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കരുത്. വസ്ത്രത്തിന്റെ കാര്യത്തിൽ ജെൻഡർ ന്യൂട്രലായി പോയാൽ സ്വന്തം മകനായാലും നിങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കരുത്. ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണ്. പക്ഷെ ഫാത്തിമ പൊട്ടിച്ചാൽ അവരുടെ കൈയും ഞാൻ മുറിക്കും. ഫാത്തിമ എന്റെ മകളാണ് എന്ന് കരുതിയത് കൊണ്ട് നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലട്ടോ. സ്വർഗത്തിന്റെ കാര്യം നീ നോക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, സ്വന്തം മക്കളുടെ സ്വർഗം ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദീനാണ്. നിക്കാഹ് ഖുതുബയിൽ സാധാരണ പറയാറുണ്ടല്ലോ, തുൻകാഹുൽ മർഅതു ലി അർബഇൻ വലി ജമാലിഹ വലി മാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫൽഫർ ബിദാതി ദീൻ തരിബത് യദ എന്ന് സാധാരണ പറയാറില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ സമ്പത്ത് നോക്കും, കുടുംബം നോക്കും, തറവാട് നോക്കും, അതുപോലെ തന്നെ സൗന്ദര്യം നോക്കും, ദീനും നോക്കും. ഫൽഫർ ബിദാതി ദീൻ, ദീനിന് നീ മുൻഗണന നൽകണം. ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. തരിബത് യദ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ആ ദീനിയായ അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ്? എന്നാണ് ഒരു പ്രാർത്ഥന. ഖുർറത്ത് അയ്യുനുണ്ടാവണമെന്നാണ് മറ്റൊരു പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥന, അല്ലാഹുവേ പൈശാചികമായ സ്പർശനം തന്റെ മക്കൾക്കുണ്ടാവരുത് എന്നാണ്. ഉണ്ടാവരുതെന്നാണ്. പിശാച് സ്വന്തം മക്കളെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിശാച് തൊടുക എന്നല്ല. നമ്മളെ ആശയങ്ങൾ, ഇസ്ലാമിലല്ലാത്ത ആശയങ്ങൾ അവരെ ബാധിക്കലാണ്. ഇതൊരു രക്ഷിതാവിന്റെ പ്രാർത്ഥനയിൽ ഏറ്റവും വലിയ പ്രാർത്ഥന. പിശാച് സ്പർശിക്കുന്ന അവസ്ഥ എന്റെ മക്കളിൽ ഉണ്ടാക്കല്ലേ എന്ന പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ ലിബറലിസം പൈശാചികമായ ആദർശമാണ്. അതുപോലെ തന്നെ നാസ്തികത പൈശാചികമായ ആദർശമാണ്. അത് ഭൂമിക്കും അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിനും തകരാറാണ്. അത് പരലോകത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഖുർറത്താഴ്ചയുണ്ടാവുക. നമ്മൾ സാധാരണ പറയൽ എന്താണ്? ഖുർറത്താഴ്ച എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ കണ്ണിന് നനവുണ്ടാവുക എന്നാണ്. എപ്പോഴാണ് കണ്ണിന് നനവുണ്ടാവുക? രണ്ട് സന്ദർഭങ്ങളിലാണ്. ഒന്ന് സന്തോഷമുണ്ടാകലാണ്. നിന്റെ മുമ്പ് നിന്റെ മകൻ സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിക്ക് പോയാൽ ഖുർറത്താഴ്ചയുണ്ടാവും, സന്തോഷത്തിന്റെ കണ്ണീരാണ്. നീ എഴുന്നേറ്റ് പോയി നിസ്കരിച്ച് തിരിച്ചു വരുമ്പോഴും മകൻ, പ്രായപൂർത്തിയായ മകൻ അവിടെ കിടക്കുകയാണെങ്കിൽ അപ്പോഴും നിനക്ക് കണ്ണിന് നനവുണ്ടാവണം. അത് സങ്കടം കൊണ്ടുള്ള നനവാണ്. ഇതാണ് ഖുർറത്താഴ്ച. ഇത് രണ്ടും ശരീഅത്തിനോടുള്ള സ്നേഹം കൊണ്ടുണ്ടാവുന്നതാണ്, ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടുണ്ടാവുന്നതാണ്. ഒന്നാമത്തെ അർത്ഥം മാത്രമാണ് നമ്മൾ പറയാ. രണ്ടാമത്തെ അർത്ഥമുണ്ട്. ശരീഅത്ത് ലംഘിക്കുമ്പോ, ശരീഅത്തിന്റെ മൂല്യങ്ങളില്ലാതെയാവുമ്പോ, വിശ്വാസവും അതുപോലെ തന്നെ ദീനും അവർ ബലികഴിക്കുന്ന സമയത്ത് സങ്കടമുണ്ടാകലും തിരുത്തലും ഖുർറത്താഴ്ചയുടെ ഭാഗമാണ്. മൂന്നാമത്തെ പ്രാർത്ഥന വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, ഇമാമാവണമെന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങളിലും എന്റെ മക്കൾ മുൻപന്തിയിലെത്തണം എന്ന പ്രാർത്ഥനയാണ്. നമസ്കാരത്തിലും അതുപോലെ നോമ്പിലും അതുപോലെയുള്ള നൽകർമ്മങ്ങളിലും സേവന പ്രവർത്തനങ്ങളിലും. ഈ ഈരാറ്റുപേട്ട ടൗണിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ലാഭനഷ്ടങ്ങൾ നോക്കാതെ ഒരു മനുഷ്യനെ താങ്ങി പിടിച്ച ഒരാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അയാൾ നിങ്ങളുടെ മകനാണെങ്കിൽ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, എല്ലാ നല്ല കാര്യങ്ങളിലും മുൻപന്തിയിലാവുന്ന മക്കൾ ഉണ്ടാവുക. ഇത് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാൻ, അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചതിന് ആശയമുണ്ട്. ഈ ആശയങ്ങൾ ലോകത്തെ സിദ്ധാന്തങ്ങൾക്കും ആശയങ്ങൾക്കും ഒന്നും പരിഹരിക്കാൻ പറ്റുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ. അവർ മനുഷ്യനെ മനസ്സിലാക്കുന്ന ബോഡി ആയിട്ടാണ്, അനാട്ടമി ആയിട്ടാണ്, ശരീരഘടനയായിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൽ, ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, സ്വർഗത്തിൽ ഇറങ്ങി വന്നത് ഭാര്യയും ഭർത്താവുമാണ്, ദമ്പതിമാരാണ്, കുടുംബമാണ്. കുടുംബത്തിലേക്ക് തിരിച്ചു പോകണം. നിക്കാഹ് കഴിഞ്ഞ ആളുകൾ ഈ സദസ്സിലുണ്ട്. നിക്കാഹിന്റെ സമയത്ത് വലിയന്റെ കൈ പിടിച്ച് വരൻ പറഞ്ഞത് എന്താണ്? വരനും വലിയും തമ്മിലുള്ള കരാർ എന്താണ്? എന്റെ മകളെ ഇന്നത് മഹറായി സ്വീകരിച്ച് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. നിങ്ങളുടെ മകളെ ഈ മഹർ സ്വർണ്ണാഭരണമോ അല്ലെങ്കിൽ എന്ത് മഹർ സ്വീകരിച്ചായാലും ആ വിവാഹം ചെയ്തു തന്നതിനെ, ഇണയാക്കി തന്നതിനെ ഞാൻ തൃപ്തിപ്പെട്ട് സ്വീകരിച്ചു. ഇതാണ് നാട്ടുകാർ കേൾക്കുന്ന കരാർ. ഇത് മാത്രമല്ല വിവാഹ കരാർ. 10-18 വയസ്സ് വരെ, 10-20 വയസ്സ് വരെ പൊന്നുമോളെ വളർത്തി വലുതാക്കിയ ഒരു പിതാവ് ആ മകളുടെ സ്വർഗം കൈമാറുന്ന ചടങ്ങാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. കയ്യിന് വലിക്കുന്നതോടുകൂടി നാളെ ഉപ്പാനോട് ചോദിക്കൂല എവിടെയോ മോള് എന്നല്ല ചോദിക്കുക, എവിടെയോ ഇണ എന്നാണ് ഭർത്താവിനോട് ചോദിക്കുക. കു അൻഫുസകും വഅഹ്ലീകും നാറ, കു അൻഫുസകും വഅഹ്ലീകും നാറ. ഇതൊരു ഫാമിലി പാക്കേജാണ്. മകളുടെ സ്വർഗം കൈമാറുന്ന
ഒരു ഇണയുടെ സ്വർഗത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഗൗരവമുള്ള കരാറാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ഈ കരാറിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആർഭാടങ്ങൾ നടത്തുന്നത്, ആഭാസങ്ങൾ നടത്തുന്നത്. സ്വന്തം ആ സ്വർഗം കൈമാറുന്ന ചടങ്ങാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, നാളെ പരലോകത്ത് അല്ല വിളിച്ചു പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഫരീഖും ബിൽ ജന്നതി വഫരീഖും ബിസ്സഈർ. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, മറ്റേ വിഭാഗം നരകത്തിലേക്ക് എന്ന് പറയുന്ന സമയം. ആ സമയത്ത് നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട മനുഷ്യർ സങ്കടപ്പെട്ട് യൗമ തസ്വദ്ദു വുജൂഹുഹും, അവരുടെ മുഖം കറുത്തിരുണ്ട് നിൽക്കുന്ന ഒരു സമയമുണ്ട്. അവരെ ചങ്ങലയിൽ ബന്ധിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. സ്വർഗത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട മനുഷ്യർ യൗമ തബിയല്ലു വുജൂഹും വുജൂഹുൻ യൗമഇദിൻ നാഇമ, സന്തോഷത്തോടുകൂടി ആടിപ്പാടി ആ നൃത്തം ചെയ്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അവർ അണിനിരക്കുകയാണ്. ഒരു കൊടി മാത്രം പിടിച്ച ഒരു നേതാവ്, ഒറ്റ കൊടിയും ഒറ്റ നേതാവും. ലോകത്ത് നമുക്ക് എത്ര നേതാക്കന്മാരുണ്ടെങ്കിലും ഒരൊറ്റ നേതാവ് മാത്രമാണ് നമുക്ക് അവിടെയുള്ളത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് പ്രവാചകൻ നടത്തുന്ന ഘോഷയാത്രയുണ്ട്. ആ യാത്രയുടെ അവസാനം എത്തി നിൽക്കുന്ന സ്വർഗത്തിന്റെ വാതിലിന്റെ മുന്നിലാണ്. അവ സ്വർഗം കാക്കുന്ന മലക്ക് ചോദിക്കും, മൻ അൻത, നീ ആരാണ്? അന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതൻ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ വാതിൽ മലർക്ക് തുറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ കാല് വെച്ച് സ്വർഗത്തിലേക്ക് കയറും. പിന്നീട് അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ എല്ലാം പലരും പല വേഗതയിൽ സ്വർഗത്തിലേക്ക് ഇരച്ചു കയറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ ഘോഷയാത്രയിൽ അവസാനത്തെ വരിയിലെങ്കിലും ഞാനും എൻ്റെ കുടുംബവും ഉണ്ടാവണം. അതാണ് കുടുംബത്തിന്റെ കരാർ, അതാണ് മീസാഖൻ ഖലീല, അതിബലിഷ്ടമായ കരാർ എന്ന് പറയുന്നത്. ആ കരാറ് പൊട്ടുമ്പോഴാണ് സിംഹാസനം വിറങ്ങലിച്ചു പോകുന്നത്, സിംഹാസനം വിറച്ചു പോകുന്നത്. രണ്ട് മനുഷ്യർ പിരിയുന്നതിലല്ല, നിങ്ങൾ ഏൽപ്പിച്ച ഗൗരവമായ കരാറിൽ നിങ്ങൾ വിഘ്നം സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ സിംഹാസനം വിറക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ ജീവിതമുണ്ട്. 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്. ഈ ആയുസ് നൽകിയത് എന്തിനാണ്? ആ ഘോഷയാത്രയിൽ അണിനിരക്കാനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അതിനുവേണ്ടി നമ്മളെ കർമ്മങ്ങളെ ക്രമീകരിക്കുക, നമ്മളെ കുടുംബത്തെ ഡിസൈൻ ചെയ്യുക, കുടുംബത്തിന്റെ സമയം കവർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ കുടുംബത്തിന് നൽകേണ്ട സമയത്തെ നമ്മൾ കവർന്നെടുക്കുന്ന ഡിജിറ്റൽ ഹാബിറ്റ്സ് നമ്മൾ നിയന്ത്രിക്കുക, അതിന് സമയം നമ്മൾ നിശ്ചയിക്കുക. അങ്ങനെ നമ്മൾ കുടുംബത്തിന്റെ സ്നേഹവും സൗന്ദര്യവും ആസ്വദിക്കണമെന്ന് ആവർത്തിച്ചു പറഞ്ഞ റബ്ബിന് വിധേയപ്പെടുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റുക. അവിടുത്തെ പിന്നിൽ സന്തോഷത്തോടു കൂടി അണിനിരന്ന സ്വർഗത്തിലേക്കുള്ള ഘോഷയാത്ര കിനാവ് കണ്ട് കുടുംബത്തെ നമ്മൾ നയിക്കുക. ഡ്രീം സ്പിരിറ്റോടുകൂടി, ഭദ്രതയോടുകൂടി കുടുംബത്തെ നമ്മൾ നയിക്കുക. ജഗന്യന്ത അപ്പോഴാണ് കുടുംബം നില്ലാവുന്നത്, തണലാവുന്നത്. കുടുംബം നിങ്ങൾക്ക് നിഴല് വിരിക്കുന്നത്, കുടുംബം നിങ്ങൾക്ക് ചിറക് വിരിക്കുന്നത്, കുടുംബം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത്. ചേർത്ത് പിടിക്കാൻ ആളുകളില്ലാത്തവരോട് ചോദിക്കൂ നിങ്ങൾ, കുടുംബത്തിന്റെ വില എന്താണ്? വയനാട് ദുരന്തത്തിൽ സകലതും നഷ്ടപ്പെട്ട നൗഫൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഗൾഫിൽ പോകുമ്പോ അദ്ദേഹത്തെ യാത്ര അയക്കുന്നത് മുഴുവൻ വീഡിയോയിൽ പകർത്തി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കാൻ. തിരിച്ചു വരുമ്പോ ഇൻസ്റ്റയിലുള്ള ഒരു മനുഷ്യനുമില്ല. അയാളോട് ചോദിക്കൂ, ആസ്വദിപ്പിക്കാൻ വാക്കുകളില്ലാതെയാകുമ്പോ, ചേർത്ത് പിടിക്കാൻ ബന്ധങ്ങളില്ലാതെയാകുമ്പോ, കേറിക്കെടുക്കാൻ മസ്കനുകളില്ലാതെയാകുമ്പോ ആ മനുഷ്യന് നഷ്ടത്തിന്റെ ആഴമത്ര എന്ന് മനസ്സിലാവും. പറഞ്ഞാൽ മനസ്സിലാവുന്ന അനുഭവമല്ല അത്. അതുകൊണ്ട് അത്തരം മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ റബ്ബ് ഭൂമിയിൽ നിയമിച്ച ഒരു സംവിധാനത്തെ കോട്ടങ്ങളില്ലാതെ, പരിക്കുകളില്ലാതെ പരിപാലിക്കേണ്ട ബാധ്യത നമുക്കാണ്. ജഗന്യന്താവ് അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മിൽ വർഷിക്കട്ടെ. നമ്മുടെ സഹോദരന്മാർ ഫലസ്തീനിലെ ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന ഗസയിലെ നമ്മുടെ സഹോദരിമാർ, 10,000-കണക്കിന് സ്ത്രീകൾ തലമുണ്ടനം ചെയ്തിരിക്കാൻ. വെള്ളമില്ലാതെ 6-7 മാസമായി കുളിക്കാൻ വെള്ളമില്ലാത്തതിന്റെ പേരിൽ തലമുണ്ടനം ചെയ്ത സ്ത്രീകൾ, അതുപോലെ തന്നെ മുതുകു വളഞ്ഞ ചെറുപ്പക്കാർ, നട്ടെല്ല് നിവർന്നു നിൽക്കാനുള്ള ഭക്ഷണം എത്താത്ത മനുഷ്യർ, ഇങ്ങനെയുള്ള മനുഷ്യർ വീണ്ടും ആത്മാഭിമാനത്തോടു കൂടി പോരാടുന്നത് കലിമത്തുല്ലാഹി അൽ ഉൽയ, അല്ലാഹുവിന്റെ വചനവും ചിഹ്നങ്ങളും ശിആറും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അവർക്ക് കൺകുളിർമയുള്ള വിജയം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം മഅ ഇബാദിക الصالحين وجندك الغالبين وصلي على النبي المصطفى وآله وأصحابه أجمعين وسلام على المرسلين والحمد لله رب السلام عليكم ورحمة الله وبركاته.